ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ ഇല്ല, പക്ഷെ ഈ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ സ്ഥിര സ്വഭാവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ചിലവർക്കില്ല. അജുവിനെ കാണുമ്പോൾ തന്നെ അറിയാം അജുവിന് അങ്ങനത്തെ ഒരു ഇത്. മത്സരത്തിൽ പങ്കെടുത്താലല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് കോളേജ് പഠിക്കുന്നവരെ ഞാൻ ഒരു മത്സരത്തിൽ പങ്കെടുത്തില്ല. ആകെ എൻ്റെ ഓർമ്മയിൽ 5ാം ക്ലാസ്സിൽ ഒരു ഭടനായിട്ട് എന്നെ ഒരു യമലോകം എന്ന് പറയുന്ന നാടകത്തിൽ നിർത്തി. യമലോകം അല്ല ഭടൻ. പിന്നെ ഈ യേശുക്രിസ്തുവായിട്ട് പള്ളിയിലെ ഏതൊരു പരിപാടിക്ക് അപ്പൊ എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ല ആരെയും. അങ്ങനെ ഈ 2 യാദൃശ്ചികമായി ഞാൻ ഭാഗമായതേ ഉള്ളൂ. ഞാനും ശ്വാസികയൊക്കെ മത്സരങ്ങൾ മാത്രം കണ്ട് എല്ലാ വർഷവും പഠിപ്പില്ലയോ മത്സരങ്ങൾ ഉണ്ടാവും. അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ്. ഓൺ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. ഞാനതല്ല, എൻ്റെ ദൈവമേ, ഇതിപ്പോ അപ്പുറത്ത് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അല്ലെങ്കിലും നമുക്ക് അപ്പുറത്ത് നമ്മള് 3 പേര് മാത്രമേ വീടാണ്. അല്ല അതെ, അത് ശീലമല്ല, അതുകൊണ്ടാണ്. മറ്റേ നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും നമ്മുടെ ചേട്ടന്മാരാണ് ബേസിക്കലി അല്ലേ. ക്യാമറ ആണെങ്കിലും ADs ആണെങ്കിലും ആ ഇൻഹിബിഷൻ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റേജ് ഇല്ല. എനിക്കറിയാം, കാരണം നമ്മുടെ അമ്മയുടെ ഷോന്റെ സമയത്ത് ഇവരെ ഒന്ന് ഡാൻസ് കളിപ്പിക്കാൻ ഞാനും ഇവരെ ഡാൻസ് കളിപ്പിക്കാൻ വലിയ സ്റ്റാർസ് ഒക്കെ വന്നിട്ട് വിളിക്കാൻ ഡാൻസ് ചെയ്തു. എന്നിട്ട് ഇവരൊക്കെ വിളിപ്പിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കില്ല? അത് പേടിയോ കളിക്കും മര്യാദക്ക് ഡാൻസ്. ഞാൻ പോയി അച്ഛയുടെ ഡാൻസ് കളിക്കാം. ലാസ്റ്റ് കെഞ്ചലായി ഡാൻസ് കളിക്കും. അല്ല അത് ആസിഫ് അവസാനം സമ്മതിച്ചു. ഞാൻ കളിച്ചു. വേറെ വഴിയില്ല. അമ്മ ഷോ ആയതുകൊണ്ട് നമുക്ക് സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂട്ടായിട്ട് കളിക്കും. നമ്മുടെ നടൻ പ്രഭു ഒക്കെ കളിക്കുന്ന പോലെ ഭയങ്കര ക്യൂട്ടാണ് അജു. ഇങ്ങനെ ഓരോ മനസ്സിലായി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നടക്കൂല. ചെറിയ പണ്ടത്തെ അജുവിന് സിനിമ പ്ലാനിങ് ഇല്ല. എല്ലാ സിനിമ വിളിച്ചാലും ചെയ്യും. യാത്രകളും അങ്ങനെ പ്ലാനിങ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്ത് സിനിമ ടൈപ്പ് എന്നുള്ളതുണ്ടല്ലോ, നമുക്ക് അവരോട് പറയില്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അങ്ങനെ ആഗ്രഹം പറയില്ലേ കൂട്ടുകാരോട്. ഇപ്പം അതുമില്ല, വരുന്നത് പോലെ വരട്ടെ. ഇനി നമ്മൾ കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞു. നമ്മൾ എത്രയോ മാസം വീടിൻ്റെ അകത്തിരുന്നു. അപ്പോൾ എന്ത് ജോലിയും ചെയ്യുക അതിനും വില്ലിങ് ആയിട്ടാണ് ഞാനിരിക്കണേ. ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നു, വീണ്ടും 2 പ്രാവശ്യം വന്നല്ലോ. 2ാമത്തെ വട്ടമാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു നമ്മളൊരു പ്ലാൻ ബി റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ഇൻകം, വരുമാനം എന്ന് പറഞ്ഞ സംഭവം നിൽക്കാൻ പാടില്ല. കാര്യം ഫാമിലി നമുക്ക് ഷോ മസ്റ്റ് ഗോ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണെന്നുള്ളൊരു നോട്ടത്തിലാണ് ഇപ്പൊ ആക്ച്വലി. അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിൽ വിനീത് ശ്രീനിവാസനാണോ ധ്യാനിയാണോ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ ഡെഫിനറ്റ്ലി അവരെല്ലാം സുഹൃത്തുക്കളാണ്. വിനീത് ഈസ് ലൈക്ക് എ ഗുരു ടു മീ ഓൾസോ, ബിക്കോസ് അദ്ദേഹമാണ് എൻ്റെ ഗുരു. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി സുഹൃത്തിനേക്കാളും മലർവാടിക്ക് ശേഷം അത് പറ്റിപ്പോയി. ഈ പറഞ്ഞ പോലെ ഗുരു ആവുമ്പോൾ നമുക്ക് പഴയ പോലെ എന്നാ ഉണ്ടെന്ന് ചോദിക്കും. എന്നാൽ കൂടിയും ധ്യാനോട് ചോദിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറയും. അങ്ങനെയാണ് അവർ രണ്ടുപേരും. നിവിനോടൊക്കെ എല്ലാം പറയാമല്ലോ. നമുക്ക് അങ്ങനെ ഒരു ബാരിയർ ഉള്ള വ്യക്തിയല്ല. ഇത് ഈ ഇൻഡസ്ട്രിയിൽ അല്ലാത്ത പുറത്തെ ഫ്രണ്ട്സ് അവരിപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. കോളേജിലെ സുഹൃത്തുക്കൾ 10-11 പേരുണ്ട്. അവർ പലരും വലിയ ജോലിക്കാരാണ്. പഠിച്ച അങ്ങനെ ആരെങ്കിലും ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ വർക്ക് ചെയ്യുന്നു? നോബിൾ ബാബു തോമസ്, നമ്മുടെ ഹെലനിലെ ഹീറോ. ഹെലന്റെ റൈറ്റർ നോബിള്. നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലിലായിരുന്നു. അപ്പം അവൻ അന്ന് തൊട്ട് അവനായിരുന്നു ആക്ച്വലി നടനാവാൻ ആഗ്രഹം. അന്ന് ഹെയറൊക്കെ വളർത്തി തേരാനാം സ്റ്റൈലില്, തേരേനാം അല്ലേ, സൽമാൻ ഖാന്റെ സ്റ്റൈലില് മുടിയൊക്കെ അന്നൊരു വാരികയിലൊക്കെ അവന്റെ ഫോട്ടോ വന്നിട്ട് നമ്മൾ കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഹീ മെയ്ഡ് ഇറ്റ്. ഹെലൻ എന്ന് പറഞ്ഞ സിനിമ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് അത് നാഷണൽ അവാർഡും വാങ്ങിച്ചു, ഹിറ്റുമായി. എന്നിട്ട് തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലൻ വിനീതിന്റെ ബാനറില പ്രൊഡക്ഷൻ ചെയ്തു. നോബിളും വിനീതും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നോബിൾ കഷ്ടപ്പെട്ട് എഴുതിയത് അവന് നായകനാവാനാട്ടോ. അവസാനം തിരക്കഥ എഴുതിയത് വിനീത് നല്ല സബ്ജക്റ്റ് എല്ലാവരും. വിനീത് അവസാനം നോബിളിനോട് ചെയ്തു നമുക്ക് വേറെ ആരെങ്കിലും ഹീറോ ആക്കിയാലോ, അന്നാബെന്നെ ഉണ്ടല്ലോ ഇപ്പൊ. ഞാനിത് കഷ്ടപ്പെട്ട് എഴുതിയത്